അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിൽ വെടിവയ്പ് 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കുണ്ട്. വെടിവയ്പ്പിന് ശേഷം രക്ഷപ്പെട്ട അക്രമിക്കായി തിരച്ചിൽ ഊർജിതമാണ്. വിവരങ്ങളുമായി നമ്മോടൊപ്പം ആരതി കൃഷ്ണ ചെയ്യുന്നുണ്ട്. ആരതി, എപ്പോഴാണ് ഈ വെടിവയ്പ് ഉണ്ടായത്? അക്രമിക്കായുള്ള അന്വേഷണം എത്രത്തിൽ പുരോഗമിക്കുന്നു? അഞ്ജലി, അമേരിക്കൻ പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് റോഡ് ഐലൻഡിലെ ബ്രൗൺ സർവകലാശാലയിൽ വെടിവയ്പുണ്ടായത്. അക്രമി വർഷാവസാന പരീക്ഷ നടക്കുകയായിരുന്നു ക്യാമ്പസിൽ. ഈ സമയത്ത് ക്യാമ്പസിനകത്ത് അതിക്രമിച്ചു കയറിയ അക്രമി വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസും അതുപോലെ തന്നെ സർവകലാശാല അധികൃതരും പറയുന്നത്. ഈ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരിൽ 8 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇവരെ പ്രദേശത്തുള്ള വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചിലരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന വിവരവും ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്. എന്തായാലും വെടിവയ്പ്പിന് ശേഷം ഈ അക്രമി സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. സംശയത്തോടെ കണ്ടെത്തിയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾക്ക് ഈ ആക്രമണവുമായി ബന്ധമില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇയാളെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. അക്രമി രക്ഷപ്പെട്ടത് വാഹനത്തിലല്ല, സ്ഥലത്ത് നിന്ന് ഓടിയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. ഇയാൾ കറുത്ത മാസ്ക് ധരിച്ച ഒരു പുരുഷനാണ് എന്നുള്ള വിവരം മാത്രമാണ് പോലീസ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ അക്രമിയെക്കുറിച്ച് പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ പോലീസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ ആക്രമണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായും ട്രംപ് അറിയിച്ചു. അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് ഈ അക്രമിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഇനിയും അക്രമത്തിന് സാധ്യതയുള്ളതിനാൽ അല്ലെങ്കിൽ ഒരു വെടിവയ്പ്പിന് സാധ്യതയുള്ളതിനാൽ വീടുകളിൽ തന്നെ ഇരിക്കാനാണ് ആളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ സ്ഥലത്തില്ലാത്തവരാണെങ്കിൽ അങ്ങോട്ട് ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കുന്നത് വരെ അങ്ങോട്ട് എത്തരുത് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അക്രമിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. അഞ്ജലി, ശരി. അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിലാണ് വെടിവയ്പുണ്ടായത്. ആരതി കൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.